കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. ഞങ്ങൾക്ക് ഒരുമിച്ചും കൂടെ ഒരു പ്രാവശ്യം കൂടെ മീറ്റിംഗ്, സിസ്റ്റേഴ്സ് മീറ്റിംഗ് നടത്താനായിട്ട് സഹായിച്ചല്ലോ. കർത്താവിന് ഞങ്ങൾ കേൾക്കുന്ന വചനം കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്ന ഏറ്റവും ബ്ലെസ്സഡ് ആക്കി തീർക്കാൻ പോകുന്നതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കാൻ പോകുന്നതിനായിട്ട് സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് കർത്താവ് എന്റെ ഹൃദയത്തിൽ തന്ന ഒരു ഭാഗം എടുക്കാം. ആവർത്തന പുസ്തകം 33 അധ്യായം, ഡ്യൂട്രോണമി ചാപ്റ്റർ 33. ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു ചെറിയ കാര്യം ഞങ്ങളുടെ വീട്ടിലുണ്ടായി. ആ സമയത്ത് ഇതിന്റെ 25 വാക്യം എന്നെ വളരെ എൻകറേജ് ചെയ്തു. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അക്കോർഡിംഗ് ടു യുവർ ഡേയ്സ് സോ ഷാൽ യുവർ സ്ട്രെങ്ത് ബി. നിനക്ക് ഓരോ ദിവസത്തെ ആവശ്യം അനുസരിച്ച് ദൈവം എനിക്ക് സ്ട്രെങ്ത് തരും, എനിക്ക് ശക്തി തരും. ആ വാക്യം എന്നെ അർദ്ധരാത്രിയിൽ ഒത്തിരി ധൈര്യപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ഈ ദിവസങ്ങളെ ഞാൻ ബാക്കിയുള്ള ആ അധ്യായത്തിലെ ബാക്കി വചനം വായിക്കുമായിരുന്നു. അത് എന്നെ എത്രമാത്രം ധൈര്യപ്പെടുത്തി സന്തോഷിപ്പിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് വായിക്കാൻ തുടങ്ങുന്നതിനും 26 തൊട്ടാണ് വായിക്കേണ്ടത്. എന്നാൽ 29 വാക്യം ആദ്യം വായിക്കാം. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആവർത്തനം 33ന്റെ 29 അതിന്റെ ആദ്യത്തെ ലൈൻ ആദ്യം വായിക്കാം. ഇസ്രായേലെ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ. അപ്പം കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട പീപ്പിൾ സേവ്ഡ് ബൈ ദ ലോർഡ്. വേറെ ഒരു സാഹചര്യത്താലും അല്ല, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമെന്ന് പറയുന്നിട്ട് പറയുക, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ. ഹൂ ഈസ് ലൈക്ക് യു? ഓർക്കുമായിരുന്നു എത്ര സത്യമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില്. ഞാൻ എന്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കുമായിരുന്നു, എത്ര സത്യമാണെന്ന്. ഇനി നമുക്ക് ആ ഒരു ഭാഗം മനസ്സിൽ വെച്ചോണ്ട് നമുക്ക് ഇതിന്റെ ഓരോരോ വാക്യമായിട്ട് ധ്യാനിക്കാം. 26 വാക്യം എനിക്ക് ആക്ച്വലി അതിന്റെ ഇംഗ്ലീഷ് ഇച്ചിരൂടെ എൻകറേജിങ് ആയിട്ട് തോന്നിയത്. ഞാൻ അത് വായിക്കാം. There is none like the God of Jeshurun. Jeshurun എന്ന് പറഞ്ഞ ഇസ്രായേൽ. Who writes the heavens to your help and through the skies in his majesty. ഞാനിത് വായിച്ചപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, കർത്താവ് എനിക്കൊരു ആവശ്യം വന്ന സമയത്ത് കർത്താവ് ഒരു വണ്ടി എടുത്ത്, മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്ന, മേഘാരൂഢനായി നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഈ റൈഡിങ് എന്നാലോചിച്ച് നോക്ക്. നമുക്കറിയാം, നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആള് ദൂരെ ഇരിക്കുക, നമുക്ക് ഇവിടെ ഒരു ആവശ്യമുണ്ട്. അവര് വരണമെങ്കിൽ ഒന്നുകിൽ വണ്ടി എടുത്ത് വരണം, അല്ലെങ്കിൽ ഫ്ലൈറ്റ് വരണം. എത്ര തടസ്സങ്ങൾ അതിന് മുന്നേ ഉണ്ട്. പക്ഷെ കർത്താവിന് എന്നെ സഹായിക്കാൻ വരാനായിട്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഈ മേഘങ്ങൾ കർത്താവിന്റെ, ആകാശം കർത്താവിന്റെ, മേഘത്തെ വാഹനമാക്കി മേഘാരൂഢനായി he's riding the heavens to my help and through the skies in his majesty. അതായത് ദൈവത്തിന്റെ മഹിമയിലാണ് വരുന്നത്. അല്ലാതെ സഹായിക്കാൻ പറ്റാത്ത പലരും നമ്മളെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ സാഹചര്യം വെച്ച് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. മനുഷ്യരാണെങ്കിൽ ചിലപ്പോൾ അവർ നമ്മുടെ കൂടെ ഇരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ അവർക്ക് നമ്മുടെ കൂടെ കരയാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ കർത്താവ് അങ്ങനെയല്ല. അവന്റെ മഹിമയിൽ എത്ര സത്യമാണെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ജീവിതം ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിക്കുമായിരുന്നു. ഇത് ഒരു ദിവസം കഴിഞ്ഞ ഒരാഴ്ച മാത്രം ഞാൻ ചിന്തിച്ചു. എനിക്കറിയാം, നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചാൽ ഇത് തന്നെ, നമ്മുടെ കണ്ണുകളെ തുറന്നു നോക്കിയാൽ ഇത് മാത്രമേ കാണുള്ളൂ. നമുക്ക് ഓർമ്മയുണ്ട്, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരും, ആ പ്രവാചകൻ തന്റെ ദാസനെ പറ്റി പ്രാർത്ഥിച്ചു, കർത്താവേ അവന്റെ കണ്ണ് തുറക്കണമേ. ആ ദാസൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇവർ തന്നെയാന്ന് വിചാരിച്ചെടുത്ത് ആ വാലി മുഴുവൻ ഒരു സൈന്യം നിൽക്കുക ഇവരുടെ കൂടെ, അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സാഹചര്യത്തില് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ മാത്രമേ അത് കാണുള്ളൂ. കണ്ണു തുറന്ന് ദൈവം എന്നെ കാണിച്ച ചില കാര്യങ്ങൾ പറയുക. കഴിഞ്ഞൊരു ദിവസം രാത്രിയില് എൻ്റെ മൂത്ത മകൾ ഇപ്പൊ വീട്ടിലുണ്ട്. അവൾ ആക്ച്വലി അടുത്ത മാസം അവളുടെ ഡെലിവറി ഡേറ്റാ. അർദ്ധരാത്രിയിൽ അവർക്ക് തലവേദന എടുത്ത് വളരെ വിഷമിച്ച സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഓൾറെഡി അവർക്ക് മെഡിസിനൊക്കെ കൊടുത്തിട്ടാ കിടത്തിയത്. എന്ത് ചെയ്യണം? അപ്പം
അർദ്ധരാത്രി ഒരു 1:30 ആയപ്പോ എന്നെ വിളിച്ചു. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല, ഭയങ്കര തലവേദനയാന്ന് പറഞ്ഞിട്ട്. ഈ തലവേദന എന്ന് പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? ഞങ്ങൾ അർദ്ധരാത്രിയില് ഓൾറെഡി ടാബ്ലറ്റ് കൊടുത്തു. ഇനി കൊടുക്കാൻ പറ്റുന്നത് ഇഞ്ചക്ഷൻ ആയിട്ട് എന്തെങ്കിലും. അർദ്ധരാത്രിയിൽ എവിടുന്ന് ഇഞ്ചക്ഷൻ കിട്ടും? ഏത് കട തുറക്കും? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം മൂത്ത കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ ഉണർത്തണം, ആ കുഞ്ഞ് തനിയെ ഇവിടെ കിടക്കത്തില്ല. ഒത്തിരി 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 സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ട്. അങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഉടനെ എന്റെ മനസ്സിൽ വന്നത്, കർത്താവ് അറിയാതെ ഈ സിറ്റുവേഷൻ വരില്ലല്ലോ. ഇത് എപ്പോഴും എന്റെ മനസ്സിലുള്ളതാ. ഏത് സിറ്റുവേഷൻ വന്നാലും കർത്താവ് അറിയാതെ വരത്തില്ല. കർത്താവിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഇത് എന്നെ 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 ഒരിക്കലും വിട്ടുപോകാത്ത 2 തോട്ട്സ് ആണ്. കർത്താവ് അറിയാതെ സിറ്റുവേഷൻ വരത്തില്ല, കർത്താവിന് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സമയത്ത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ മെഡിസിൻസ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു കബോർഡ് ഉണ്ട്. സാധാരണ അവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞ മെഡിസിൻസ് വെക്കും, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സാമ്പിൾസ് ആയിട്ടോ വല്ലതും കിട്ടിയ മെഡിസിൻസ് വെക്കും. ആ കബോർഡ് പോയി തുറന്നപ്പോ ഒരു കവറിനകത്ത് എനിക്കൊരു 4-5 മന്ത്സിന് മുമ്പ് ഒരു വയർ ലൂസ് മോഷൻസ് വന്ന സമയത്ത് വാങ്ങിച്ച കുറച്ച് മെഡിസിൻസിന്റെ ബാക്കി ഉണ്ടായിരുന്നു. ആ കവർ തുറന്നു നോക്കിയപ്പോൾ ഞാൻ ആക്ച്വലി വിചാരിച്ചത് കറക്റ്റ് ഒരു ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കാൻ അവൾക്ക് കുറച്ച് അസിഡിറ്റിയുടെ ബുദ്ധിമുട്ടും വളരെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇതിന് 2നും ഓരോ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ, ഈ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാതെ പറ്റത്തില്ലല്ലോ എന്നുള്ള ആ കവർ തുറന്നു നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ട് അത് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുക, ആ തലവേദനയുടെ മരുന്നും അസിഡിറ്റിയുടെ മരുന്നും ഇഞ്ചക്ഷൻ ആയിട്ട് ആ കവറിനകത്ത് ഉണ്ടായിരുന്നു. അത് കൊടുക്കാനുള്ള IV സെറ്റ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയ നീഡിൽസ് ഉണ്ടായിരുന്നു, ഒട്ടിക്കാൻ പ്ലാസ്റ്റർ, എന്ത് വേണമോ തൂക്കി ഇടാനായിട്ട് തന്നെ ഞാൻ ചിന്തിച്ചു. ഒരു സ്റ്റാൻഡ് ദൈവം ഒരുക്കി. ആക്ച്വലി അത് ഇഞ്ചക്ഷൻ കുത്തുന്ന ക്യാനിലൊന്നും അതിനകത്തില്ല. പക്ഷെ ഡയറക്റ്റ് ആയിട്ടുള്ള നീഡിൽ വെച്ച് കുത്താനായിട്ട് ദൈവം ഒരു സ്കില്ല് തന്നു. ഒരു പ്രയാസം മാത്രമല്ല, ഇഞ്ചക്ഷൻ തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ അവളുടെ തലവേദന മാറി. ഞാനപ്പോ ഓർത്തത്, എങ്ങനെയാ ദൈവം, ഞാൻ ചിന്തിക്കുമായിരുന്നു, കർത്താവ് മേഘാരൂഢനായി. ഞാൻ കുറച്ച് സമയത്തേക്ക് ഓരോരോ കാര്യം ലഭിച്ചത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് സമയമില്ലല്ലോ. പക്ഷെ കർത്താവ് മേഘാരൂഢനായി വന്നു. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ സേവക ആത്മാക്കളാന്ന്. ഞാൻ ഓർക്കുമായിരുന്നു, ഓരോ ഏഞ്ചലിനെ, ഓരോ ദൂതനെ വിട്ട് ഓരോരോ കാര്യം ഓരോരോ സമയത്ത് സ്റ്റെറൈൽ ഗോസ് വരെ വളരെ അതിശയമായിട്ട് സ്റ്റെറൈൽ കോട്ടൺ ഇഞ്ചക്ഷൻ കുത്തിയെടുത്ത് തുടയ്ക്കാനായിട്ട് എല്ലാ കാര്യവും എന്ത് വേണം, ഇങ്ങനെയാ ദൈവം നമ്മളെ മേഘാരൂഢനായി വന്ന് നമ്മളെ സഹായിക്കാനായിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ കുറെ ഇൻസ്റ്റൻസസ് ഞാൻ ഓർക്കുമായിരുന്നു. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നതും സംഭവിക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ ഇരുന്ന സമയത്ത് ജോലിയുടെ ഇടയ്ക്ക് എനിക്ക് ഫോൺ കോൾ വന്നു. ഞങ്ങളുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സഹോദരിയുണ്ട്, കുറെ വർഷങ്ങളായിട്ടുണ്ട്, ഒത്തിരി പ്രായമുണ്ട് പുള്ളിക്കാരി വളരെ കെയർഫുൾ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. പക്ഷെ അന്ന് കുക്കറിൽ എന്തോ ചിന്തിക്കാതെ വെച്ച് ശരിക്കും അടഞ്ഞു കാണത്തില്ല. കുക്കർ പ്രഷർ വന്നിട്ട് ഫുൾ കുക്കർ കംപ്ലീറ്റ് ബേസ്റ്റ് ആയിട്ട് സീലിങ്ങിൽ പോയി ഇടിച്ചു, കുക്കറിനകത്തുള്ള സാധനം എല്ലാം. പക്ഷെ പുള്ളിക്കാരുടെ കുറച്ച് ഷോൾഡറിൽ കുറച്ച് വീണു. അത് ഇച്ചിരി പൊള്ളിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ വേറെ അതിൽ കൂടുതൽ ഒന്നും സംഭവിച്ചില്ല. സാധാരണ ആ സ്ഥലത്തോട്ട് വീട്ടിലുള്ള ഗ്രാൻഡ് ചിൽഡ്രൻ, ചെറിയ കുഞ്ഞുങ്ങൾ എപ്പോഴും ആ കിച്ചണിൽ ഓടി നടക്കുന്നതാ. അവരുടെ മേത്ത് കർത്താവ് എങ്ങനെ ആ മേഘാരൂഢനായി വന്ന് ഈ സിറ്റുവേഷൻ കർത്താവിന് അറിയാം, എങ്ങനെ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജോലി നമുക്ക് ചിലപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം, അസുഖം വരാം, തലവേദന വരാം, ഇങ്ങനത്തെ ഒരു ആക്സിഡന്റ് വീട്ടിൽ സംഭവിക്കാം. ജോലി സ്ഥലത്ത് കഴിഞ്ഞ ദിവസം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. ഞാൻ എന്തെല്ലാം ചെയ്തിട്ടും ഞങ്ങൾക്ക് ആ ബേബി എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കറക്റ്റ് ആ സമയത്ത് ഞങ്ങൾക്ക് ദൈവം വലിയൊരു കൃപ തന്നു ബേബി എടുക്കാനായിട്ട്. ഞങ്ങള് ഇൻസ്ട്രുമെന്റ്സ് ഇട്ടു, വാക്വം ഇട്ടു, ഫോർസെപ്സ് ഇട്ടു. ഡോക്ടർ IV എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഫോർസെപ്സ് ഡെലിവറിക്ക് ഒരു മിടുക്കിയാണ് ഒരു സഹോദരി, പുള്ളിക്കാരി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഫോർസെപ്സ് ഇട്ടു. ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ബേബി എടുക്കാൻ പറ്റി. വർക്ക് പ്ലേസിൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഉണ്ടാകാം. ഞാൻ ഓർക്കുമായിരുന്നു, കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങള് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അവിടെ ചെന്നപ്പം ആം സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ആ സാധനം ചെക്ക് ചെയ്യുമ്പോഴും എത്ര
നമ്മുടെ കൈക്ക് പവർ ഉണ്ടെന്ന്. അപ്പൊ അവിടെ ചെക്ക് ചെയ്തപ്പോ എന്റെ കൈവച്ച് ഞാൻ ചെക്ക് ചെയ്തപ്പോ എനിക്ക് 30 എന്നാ നമ്പർ വന്നേ. അത് സാംസങ് ചെക്ക് ചെയ്തപ്പോ 90 എന്ന് വന്നു. അവിടെ ചെക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ വന്നവരുടെ നമ്പർ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ തന്നെ ചേർച്ചിൽ വരുന്ന ഒരു സഹോദരനാണ് ഡോക്ടർ ജേക്കബ് ജഷറൂൺ എന്ന് പറഞ്ഞു. പുള്ളിക്കാരന്റെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് 150. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എത്രയെല്ലാം അത് പ്രസ് ചെയ്തിട്ട് 30 വരെ അത്ര എന്റെ ശരീരത്തിനും എന്റെ മജ്ജകൾക്കും ശക്തിയില്ല. പക്ഷെ ദൈവം എത്ര കാര്യങ്ങളായി ശക്തിയില്ലാത്ത എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ശക്തി എന്റെ മേലെ വരുമ്പോ ഈ 30 എന്നുള്ളത് 150-നേക്കാട്ടിലും കൂടുതൽ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ചിന്തിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല, പല സാഹചര്യങ്ങള്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ വേണം. കാരണം ഞങ്ങൾക്ക് ഒരു പേയ്മെന്റ് അടയ്ക്കേണ്ട ആവശ്യമുണ്ട്. 80,000 റുപ്പീസിന്റെ ഒരു പേയ്മെന്റ് അടയ്ക്കണം. ഞങ്ങളുടെ കയ്യിൽ ആ പൈസ ഇല്ല. അതേ ദിവസം തന്നെ വളരെ അതിശയമായിട്ട് അതിനേക്കാട്ടിലും കൂടുതൽ ഒരു എമൗണ്ട്, ഇതിനെ പറ്റി അത്ര എമൗണ്ട് വേണമെന്നൊന്നും അറിയാതെ ഒരാള് ആ പേയ്മെന്റ് അടയ്ക്കാനായിട്ടുള്ള കാശ് തന്നു. എങ്ങനെയാ ദൈവം നടത്തുന്നത്? എങ്ങനെയാ ദൈവത്തിന്റെ മക്കളുടെ ഹൃദയത്തിൽ തോന്നിക്കുന്നത്? ദൈവം മേഘാരൂഢനായി വന്ന ആ പൈസ തന്നതായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ചെറിയ ചെറിയ സാഹചര്യങ്ങൾ ഞാൻ പറയുക, എങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. എന്റെ പ്രിയ മൂത്ത മകള് ഡെലിവറിക്കായിട്ട് വന്നപ്പോ മൂത്ത കുഞ്ഞുണ്ട്. സാധാരണ ആ കുഞ്ഞിന് ഇത്രയും നാളും അമ്മയുടെ കൂടെ നിന്നെങ്കിൽ അമ്മയുടെ വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. ഞാൻ എപ്പോഴും വിചാരിക്കും, കർത്താവ് എങ്ങനെ കുഞ്ഞ് അടുക്കും. ദൈവം അവള് വന്ന സമയം തൊട്ട് ദൈവം അത് എളുപ്പമാക്കി തന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്ക് അവളെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റി. ഇതൊക്കെ ദൈവം ചെയ്യുന്ന, എല്ലാം ദൈവം ചെയ്യുന്നതാ. ദൈവം മേഘാരൂഢനായിട്ട് ഞാൻ എന്തിനാ ഡേ ടു ഡേ ലൈഫ് കാര്യങ്ങൾ പറയുന്നത്? നമുക്ക് അതാണല്ലോ പ്രസക്തിയുള്ളത്. തിയറി കുറച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയ കുഞ്ഞ്, 1 വയസ്സുള്ള കുഞ്ഞ് ഇൻകൺസോളബിൾ ആയിട്ട് കരയാൻ തുടങ്ങി. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് എന്താ, വയറുവേദനയാണോ, ഒന്നും മനസ്സിലാവുന്നില്ല. മകള് കുഞ്ഞിനെ എടുത്തോണ്ട് പുറത്തു പോയി. അപ്പം നീ എന്താ അടുത്ത് ചെയ്യേണ്ടത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണോ, എന്താന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ അപ്പോഴും വന്നു, ദൈവം അറിയാതെ വരത്തില്ലല്ലോ, ദൈവത്തിനൊരു സൊല്യൂഷൻ ഉണ്ടല്ലോ. ഇത്രയും കരഞ്ഞോണ്ടിരുന്ന കുഞ്ഞ് ആ വെളിയിലോട്ട് എടുത്തോണ്ട് പോയി ആ മിറ്റത്തോട് നിന്ന് അടുത്ത 1 മണിക്കൂർ ഓടി കളിച്ച് ഞങ്ങളെ സന്തോഷിപ്പിച്ചു. ദൈവം ആ സിറ്റുവേഷനെ മാറ്റി. ഇതെല്ലാം കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളാ. മേഘാരൂഢനായിട്ട് വന്ന് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാ. ഞങ്ങൾ ഒരു സഹോദരനെ വീട്ടില് വിസിറ്റ് ചെയ്യണമെന്ന് 3-4 ദിവസമായിട്ട് ആഗ്രഹിച്ചു. പല ദിവസവും പോകാനായിട്ട് ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം തിങ്കളാഴ്ച. അപ്പൊ ഒന്ന് പോണം, വിസിറ്റ് ചെയ്യണമല്ലോ. ഞങ്ങൾക്ക് പല ദിവസവും ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. അപ്പൊ അവസാനം ഇന്നലെ രാത്രിയല്ല പോയത്. ആക്ച്വലി ഇന്നലെ രാത്രി പോയിട്ട് വന്നപ്പോ എന്റെ മനസ്സിലായി ഏറ്റവും കറക്റ്റ് സമയം. ആക്ച്വലി ഒത്തിരി ലേറ്റ് ആയി, എന്നാലും കറക്റ്റ് സമയമായിരുന്നു. അവിടെ വേറെ പ്രിയപ്പെട്ട ഞങ്ങൾ ചെന്നപ്പോ ഒരാളുണ്ടായിരുന്നു. അവരെ കാണാൻ വേണ്ടിയായിരിക്കും ഞങ്ങളെ അത്രയും ഡിഫറെന്റ് ടൈമിൽ കൊണ്ടുപോയത്. അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് കുടുംബത്തിന്റെ കൂടെ കുറച്ച് സമയം ദൈവവചനത്തിൽ നിന്ന് ഷെയർ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് വരുവാനും ദൈവം ഇടയാക്കി. നമ്മുടെ സ്റ്റോപ്സും നമ്മുടെ സ്റ്റെപ്സും എല്ലാം ഗൈഡ് ചെയ്യുന്ന ദൈവം എങ്ങനെ അത് ചെയ്യാതെ ഇരിക്കും? കഴിഞ്ഞ ഒരാഴ്ച ആക്ച്വലി ഞങ്ങൾക്ക് കുഞ്ഞിനെ നോക്കുന്ന പ്രിയ സഹോദരിക്ക് തീരെ സുഖമില്ലാതെ വരാൻ സാധിച്ചില്ല. അപ്പൊ ഒരാഴ്ച ആക്ച്വലി ഞങ്ങൾക്ക് കുഞ്ഞിനെ നോക്കാൻ ആരുമില്ല. ഞങ്ങൾക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അവിടെ കർത്താവ് അറിയാതെ വരത്തില്ല. കർത്താവിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സമയത്ത് ആക്ച്വലി ദൈവം എന്റെ ഹസ്ബൻഡ് തന്നെ, സാംചാൻ തന്നെ, വേറെ പ്രസ്സിംഗ് ആയിട്ടുള്ള വെളിയിൽ പോയി എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ മാറ്റി വെച്ച് പകൽ സമയത്ത് ഇരിക്കാൻ സാധിച്ചു. കുഞ്ഞും ഒരു പ്രയാസം ഇല്ലാതെ ഇരുന്നു. നമ്മുടെ സാഹചര്യങ്ങളിൽ എങ്ങനെ നമ്മൾ ജീവിക്കണം? ദൈവം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി വെക്കാതെ ഒരു പ്രയാസം അനുവദിക്കത്തില്ല. അത് മാത്രമല്ല, ഞാൻ ഈ വാക്യത്തിലൂടെ ഞാൻ ഇത്രയും സാഹചര്യങ്ങൾ പറഞ്ഞത് ദൈവം എങ്ങനെ എന്നെ ഓരോ ആഴ്ച നടത്തി. ഇനി ഒത്തിരി പറയാനുണ്ട്, പക്ഷെ സമയം ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. നമുക്ക് ഈ വാക്യഭാഗത്തിലോട്ട് വരാം. ഒന്നും കൂടെ വായിക്കാം. 26-ാം വാക്യം, ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 33-26. യെശുരുവിന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തന്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. എത്ര അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഞാൻ ഇപ്പൊ ഇതിനെ പറ്റി കൂടുതൽ വായിച്ചുകൊണ്ടിരുന്ന വാക്യങ്ങൾ വായിക്കുമായിരുന്നു.
ഒരു ഫ്യൂണറലില് ഒരാൾ പറയുക, സ്പേർജൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഒരു ശവസംസ്കാരത്തിന് പോയപ്പോൾ ഒരു ഡെഡ് ബോഡി ആ ഫ്യൂണറലിനകത്തോട്ട് വെച്ചപ്പോൾ അവിടെയും ആ വിശുദ്ധനായ ക്രിസ്തുവിൽ വിശുദ്ധനായ ആ ദാസൻ മരിച്ചപ്പോഴും അവിടെയും കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. എന്തൊരു നമ്മുടെ ജീവിതത്തിലും മരണത്തിലും എല്ലാം കർത്താവിന്റെ ഭുജങ്ങൾ നമ്മുടെ അടിയിലുണ്ട്, നമ്മുടെ കീഴെ എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വീണാലും ആ നമ്മൾ വിശ്വാസത്തിൽ വീണു പോയാൽ പോലും നമുക്ക് ആ ഭുജങ്ങളിലോട്ടാണ് നമ്മൾ വീഴുന്നത്. എത്ര സെക്യൂറാ നമ്മള്. പുരാതനായ ദൈവം നിന്റെ സങ്കേതം എന്ന മലയാളത്തില്, ഇംഗ്ലീഷിലത് 28 ഓക്കെ, ഇംഗ്ലീഷിൽ ഇച്ചിരി വ്യത്യാസം, എനിക്ക് വാക്യം അറിയത്തില്ല, ഇംഗ്ലീഷിലെ വാക്യം ഞാൻ വായിക്കാം. സോ ഇസ്രയേൽ ഡ്വെൽസ് ഇൻ സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റി എന്നുള്ള വാക്യം അത് നിർഭയമായി 28. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായി, സെക്യൂരിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒന്നിനെ പറ്റിയും വിഷമിക്കേണ്ട ആവശ്യമില്ല, സെക്യൂരിറ്റിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. താഴോട്ട് വായിക്കാം. അതിനു മുമ്പ് അവൻ ശത്രുവിനെ നിന്റെ മുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞ് സംഹരിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു. അതായത് 27, ഹി ഡ്രോവ് ഔട്ട് ദി എനിമി ഫ്രം ബിഫോർ യു ആൻഡ് ഹി സെഡ് ഡിസ്ട്രോയ്. ഞാനപ്പോ ആലോചിക്കുന്നത്, ആരാ നമ്മുടെ ശത്രു? പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യരാ നമ്മുടെ ശത്രു. മനുഷ്യർ നമ്മളെ എങ്ങനെയാ കാണുന്നത്? അവര് നമ്മളെ കുറിച്ച് സ്കീം ചെയ്യുക, അവര് നമ്മളെ പറ്റി പറയുക. എന്നെ ദൈവം കർത്താവ് രാവിലെ എന്റെ മനസ്സിലൊരു വാക്യം ഓർപ്പിച്ചെന്നത് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. ആരാ നമ്മുടെ ശത്രു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 3:8 തോന്നുന്നു, എടുത്തോട്ടെ. രണ്ടാമത്തെ ലൈൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഡിസ്ട്രോയ് ചെയ്യുന്ന, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് the son of God has appeared to destroy the works of the evil one. അപ്പൊ നമ്മുടെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആരുടെയാ പ്രവൃത്തികളെയാ? ഈവിൾ വൺ എന്ന് പറയുന്നത് ആരാ? പിശാച. അപ്പം ഈ വാക്യത്തിൽ തിരിച്ച് നമുക്ക് ആ പഴയ നിയമത്തിലെ വാക്യത്തിൽ വന്നാലും ഹി ഡ്രോ ഔട്ട് ദി എനിമി, അവൻ നീക്കി കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മളിനി ആ നീക്കിക്കളഞ്ഞ ശത്രുവിനെ കുരിശിൽ കർത്താവ് ഒരിക്കലായിട്ട് ആ ശത്രുവിനെ തോൽപ്പിച്ച ദൈവമാ. നമുക്ക് ഇറ്റേണൽ ലൈഫ് തന്ന ദൈവമാ, നിത്യജീവൻ. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ജീവിതത്തിൽ ജീവിക്കാനായിട്ടുള്ള ഓരോ സാഹചര്യത്തിലും എനിമിയെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് എനിക്കത് വളരെ സന്തോഷമായിട്ട് തോന്നി. ഈ ഓരോ സാഹചര്യവും നമ്മളെ തളർത്താൻ കൊണ്ടുവരുന്നത് ശത്രുവാണ്. കാരണം ശത്രു ഈ ലോകത്തിലെ അധിപതിയായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ശത്രുവിന്റെ ഒരു കാര്യവും ദൈവമക്കളുടെ ജീവിതത്തില് വിലപേശത്തില്ല, ഒന്നും നടക്കത്തില്ല, ഡിസ്ട്രോയ് ചെയ്യും കർത്താവ്. പക്ഷെ നമ്മൾ ആ ദൈവത്തിന്റെ വചനത്തിലോട്ട് നോക്കുകയും ദൈവത്തിന്റെ വചനത്തെ റൂമിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. നമ്മുടെ കണ്ണുകൾ നമ്മൾ തുറന്നാൽ മാത്രമേ കാണുകയുള്ളൂ. ഇത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു വാക്യം കൂടെ. അപ്പൊ ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മൾ ശരി, ഇനി ഞാൻ കുറെ സാഹചര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നടന്നത് പറഞ്ഞല്ലോ. ഞാൻ ചിന്തിക്കുന്നത് അടുത്ത 3-4 മാസം, ഒരു ഡിസംബർ വരെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വളരെയധികം കാര്യങ്ങൾ ഞങ്ങൾക്ക് കുടുംബമായിട്ട് ചെയ്യാനുണ്ട്. ആക്ച്വലി എൻ്റെ മകളുടെ ഡെലിവറി ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന സഹോദരിയുടെ മകൻ ഒരു സർജറിക്കായിട്ട് നോർത്ത് ഇന്ത്യയിൽ തിങ്കളാഴ്ച എത്തും. അവന്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്റെ സിസ്റ്റർ ഒരു സർജറിക്കായിട്ട് വരുന്നുണ്ട്, മേജർ സർജറിക്കായിട്ട്. അപ്പൊ ഉടനെ കർത്താവ് എന്റെ മനസ്സിലൊരു വാക്യം തോന്നുന്നു. നിങ്ങളെല്ലാം നിങ്ങളുടേതായിട്ട് അത് എടുക്കാം. സദൃശവാക്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ, അതായത് ദൈവമാണ് ഈ സാഹചര്യങ്ങളെല്ലാം ഒരുക്കുന്നത്, അനുഗ്രഹമായിട്ട് നടത്തും എന്നുള്ള വലിയൊരു സന്തോഷമാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. 25 Proverbs 31:25 സദൃശവാക്യങ്ങൾ 31-ന്റെ 25-ാം വാക്യത്തിന്റെ 25 വായിക്കാം. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവി കാലം ഓർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. ഈ ഭാവി കാലത്തെ പ്രയാസങ്ങൾ ഓർത്തപ്പോ എന്റെ മനസ്സിൽ നമുക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മളെ വ്യാകുലപ്പെടുവല്ലോ വേണ്ടിയ. വി ക്യാൻ സ്മൈൽ അറ്റ് ദ ഫ്യൂച്ചർ. കർത്താവ് ആ വാക്യം എന്റെ മനസ്സിലോട്ട് കൊണ്ടുവന്നപ്പം, അല്ലെങ്കിൽ തന്നെ ഞാൻ എപ്പോഴും സ്മൈൽ ചെയ്യും ഭാവി ഓർത്ത്. എനിക്കൊരു ഡബിളായിട്ട് ഞാൻ ഈ വചനം ആക്ച്വലി എത്ര പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ ഇന്ന് ദൈവം അത് ഹൃദയത്തിലോട്ട് കൊണ്ടുവന്നു. I can smile at the future. I can smile at the many years that lies ahead. I can smile about tomorrow. I can smile about what will happen today. She smiles at the future. ഞാൻ ഓർക്കുമായിരുന്നു, എന്തെങ്കിലും നമ്മുടെ
പഴയ കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കണോ? കാരണം കർത്താവ് നമ്മളെ സേവ് ചെയ്തിരിക്കുക. അടുത്ത വാക്യം 29, ഇസ്രായേലെ നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ. ഇംഗ്ലീഷില് പീപ്പിൾ പാസ്റ്റിനെ പറ്റി നോക്കിയാൽ സേവ് ചെയ്ത ദൈവം. ഹൂ ഇസ് ദ ഷീൽഡ് ഓഫ് യുവർ ഹെൽപ്പ്? അവൻ നിന്റെ സഹായത്തിന് പരിച. ഒരു പരിചയ ദൈവം. ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ ഒരു സോൾജർ കൈ പിടിക്കുന്ന ഒരു സാധനം ഇങ്ങനെ എന്ന് വെച്ചാൽ, ആ ഷീൽഡ് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നിനും നമ്മളെ തളർത്താൻ, ഒന്നും നമ്മളെ അറ്റാക്ക് ചെയ്താൽ നമ്മളെ കൊള്ളത്തില്ല. ദൈവത്തിന്റെ ഷീൽഡ്, ഹീസ് എ ഷീൽഡ് ഓഫ് അവർ ഹെൽപ്പ് ആൻഡ് ദ സ്വോർഡ് ഓഫ് യുവർ മജസ്റ്റി, നിന്റെ മഹിമയുടെ വാളുമാകുന്നു. ഈ വാക്യങ്ങളൊക്കെ എത്ര അർത്ഥവത്താ പ്രിയപ്പെട്ട ദൈവമക്കളെ. എനിക്കത് എത്ര പറയാൻ അറിയത്തില്ല. ലാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും. എന്താ വെച്ചാൽ ഡെവിളിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ പറയുന്നത് അനുസരിച്ചേ പറ്റുള്ളൂ. കാരണം ദൈവമാ. ഹി ഹു ഇസ് ഇൻ യു ഇസ് ഗ്രേറ്റർ ദൻ ഹി ഹു ഇസ് ഇൻ ദ വേൾഡ്. നിന്റെ ശത്രുക്കൾ എപ്പോഴും ഓർത്തോണം, മനുഷ്യരല്ല ശത്രുക്കള്. ഏതെങ്കിലും കാര്യത്തിൽ ആരെങ്കിലും നമ്മളോട് ശത്രുത അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ തോന്നിയാൽ എപ്പോഴും ഓർത്തോണം, അവർ പാവം മനുഷ്യരാ, അവരല്ല എന്റെ കാരണം. സാത്താൻ നമ്മളെ നിത്യജീവൻ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റും, നമ്മളെപ്പോഴും വിഷമത്തിലും വ്യാകുലത്തിലും ആകുലത്തിലും ഒരു പ്രയോജനമില്ലാത്തവരായിട്ട് നടക്കാനായിട്ട് സാത്താന് സാധിക്കും. അപ്പൊ അത് നമ്മൾ ആ കർത്താവിന്റെ മഹിമയുടെ വാള് നമ്മൾ എടുത്ത് ഒരു കുത്തു കൊടുക്കണം. ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുക. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുക, ഒരു സാഹചര്യത്തിനും എന്നെ തളർത്താൻ പറ്റില്ല. കാരണം കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലുണ്ട്. കർത്താവിന്റെ വചനം എന്റെ കയ്യിലുമുണ്ട്, എന്റെ ഹൃദയത്തിലുമുണ്ട്, എന്റെ മനസ്സിലുമുണ്ട്. കർത്താവ് എന്റെ കൂടെയുണ്ട്. മേഘാരൂഢന, ഹി റൈറ്റ്സ് ദ ഹെവൻസ്. എന്റെ ജോലി സ്ഥലത്തെ പ്രയാസങ്ങളാകട്ടെ, എന്റെ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, പൈസയുടെ ഡിഫിക്കൽട്ടീസ് ആകട്ടെ, ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളാവട്ടെ, മക്കളുടെ പ്രശ്നങ്ങളാകട്ടെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാകട്ടെ, വേറെ ആൾക്കാരുടെ പ്രയാസത്തിൽ ഇവിടെ ഞാൻ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാകട്ടെ, ഇവിടെ എല്ലാം കർത്താവ് യഹോവയാൽ രക്ഷിക്കപ്പെട്ടതാണ് ഞാൻ ദീന എങ്കിൽ എന്റെ കാര്യം ഇങ്ങനെ അയക്കാൻ. സ്മൈൽ അറ്റ് ദ ഫ്യൂച്ചർ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ദൈവവചന അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ജീവിത സാഹചര്യങ്ങൾ പറഞ്ഞത്. എന്നെ നടത്തുന്ന ദൈവം എന്നെക്കാട്ടിലും ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ട് നമ്മളെ ഓരോരുത്തരെയും നടത്താനായിട്ട് ദൈവം ശക്തനാണ്. ഇന്ന് നടത്തിയതിനെക്കാട്ടിലും കൂടുതൽ ശക്തിയോടെ ദൈവം നടത്താൻ പറ്റും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ദൈവവചനം അവസാനിപ്പിക്കാം. ദൈവം നമ്മളെ സഹായിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം? സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് പിന്നെയും ഏൽപ്പിക്കുന്നു. വചനം പറഞ്ഞ നിന്റെ മകളെ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അധികമായി ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, പോക്കിലും വരവിലും എല്ലാം കൂടെ ഇരിക്കണമേ നാഥ. പൂർണ്ണമായും കർത്താവെ കേൾപ്പിച്ച വചനം കർത്താവെ ഞങ്ങൾക്ക് ആശ്വാസമായി, കർത്താവെ അത് ജീവനായി ഞങ്ങളുടെ ഉള്ളിൽ കടത്തിയതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവെ, സ്തോത്രം യേശുവേ, സ്തോത്രം. ദൈവമേ, നീ ഞങ്ങളുടെ സങ്കേതവും കീഴെ ശാശ്വത ഭുജങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അങ്ങ് ഞങ്ങളുടെ സങ്കേതവും കോട്ടയും, ഞങ്ങൾ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ദൈവമാകയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ് ഈ സമയത്തെ ഏൽപ്പിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരെയും സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് അറിഞ്ഞ ഓരോ നിമിഷവും ഞങ്ങളെ നടത്തുന്ന വിധങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും അങ്ങയ്ക്ക് നൽകി തരുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. Amen. Praise the Lord.